ഉള്ളൊരു ചർച്ചയിലുള്ള അതിനിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു വീട്ടിൽ അതിഥിയായി പോയ സമയത്ത് അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ കുറച്ചു നേരം കഴിക്കാതിരുന്നപ്പോൾ അവിടുത്തെ സ്ത്രീക്ക് വിഷമായി, എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, എന്താണ് ഞാൻ തന്ന ഭക്ഷണത്തിൽ ബർക്കത്തില്ലാതിരിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതിൽ നിന്ന് ചൂട് കൂടുതലായിട്ട് ആവി പറക്കുകയാണ്, ചൂടുള്ള ഭക്ഷണം ശരീരത്തിന് പറ്റില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശ്രദ്ധ വളരെ പ്രധാനമാണല്ലോ. കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യത്തെ ഏതെങ്കിലും രൂപത്തിൽ ഇല്ലാതാക്കുന്നതാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന് അതിൻ്റെ കർമ്മശാസ്ത്രമാണ്, ഫിഖിഹിൽ ഹറാമാണോ ഹലാലാണോ കറാഹത്താണോ എന്നത് ശ്രദ്ധിച്ചിരുന്നു. മറ്റൊന്ന് അതിൻ്റെ ഹെൽത്ത് സയൻസാണ്, ഇത് ആരോഗ്യം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് എന്തെങ്കിലും. ഇതിനൊരു ഉദാഹരണമാണ് ചൂട് കൂടിയ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിവിടെയും ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ പതുക്കെ അതൊന്ന് ഒഴിവാക്കി വരണം. കാരണം പെട്ടെന്ന് ഇപ്പം നാളെ തണിഞ്ഞ ചായ കുടിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നടക്കില്ല. കാരണം നമുക്ക് എതിരായ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിന് പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ശൈത്താൻ ചെയ്യുന്ന ജോലി, പിശാച് ചെയ്യുന്ന ജോലി. അപ്പോൾ എരിവിനോട് താല്പര്യം തോന്നിപ്പിക്കുക, നല്ല പുളിയോട് താല്പര്യം തോന്നിപ്പിക്കുക, നല്ല ചൂടിനോട് താല്പര്യം തോന്നിപ്പിക്കുക, വയറു നിറയെ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിപ്പിക്കുക, ഇതൊക്കെ ശൈത്താൻ ഉണ്ടാക്കുന്ന ഒരു ഇടങ്ങാറാണ്. അതുകൊണ്ടാണ് ബിസ്മിയൊക്കെ ചൊല്ലി ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. അവിടെ മഹാന്മാർ പറയുന്നത് ബിസ്മി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ചെല്ലുന്ന ഏർപ്പാടല്ല, ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ നിൻ്റെ മനസ്സിൽ നിൽക്കേണ്ട ഒരു സുഖമുള്ള ഓർമ്മയാണ് ബിസ്മി. ഈ ഭക്ഷണത്തിൻ്റെ രുചി തരുന്നവൻ. പത്തിപ്പറ്റ ഉസ്താദൊക്കെ ഭക്ഷണം കഴിച്ച് തീരുന്നതിനിടയിൽ ഒരു എത്ര അൽഹംദുലില്ലാ പറയാമെന്നറിയില്ല, ഒരുപാട് തവണ പറയും അൽഹംദുലില്ലാ, നല്ല ഭക്ഷണം, നല്ല രുചിയുള്ള ഭക്ഷണം. നമ്മളത് പറയാറില്ലല്ലോ, നമ്മളത് പറയാറേ ഇല്ല. അപ്പോൾ ഏതായാലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ രീതി പരിചയപ്പെടുന്നതിനിടയിൽ ഈ ഒരു ഉദാഹരണത്തിലേക്ക് വന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. ഒന്ന് അതിൻ്റെ കർമ്മശാസ്ത്രം, മറ്റൊന്ന് അതിൻ്റെ ആരോഗ്യശാസ്ത്രം. ഇനി മറ്റൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ശൈലിയാണ്. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഇത് ചുമ്മാ കേൾക്കാന്നേ ഉള്ളൂ. അവർക്ക് ഈ ക്ലാസ് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഇതിപ്പം പരലോകമൊന്നും അല്ല പറയണത്, കബറും അല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ കേൾവിക്ക് ഒരു രസമുണ്ട്. ഇതിപ്പോൾ ദുനിയാവിലും ആരോഗ്യത്തോടെ റാഹത്തോടെ ജീവിക്കാനുള്ള ഏർപ്പാടാണ് ഞാൻ പറയണത്. അതിന് രസമുണ്ട്. ഈ ഞാൻ പറഞ്ഞ വിഷമമില്ലല്ലോ. കാരണം ഈ കബറൊക്കെ കേൾക്കാനൊരു രസമാണ്. പിന്നെ വീട്ടിൽ പോയി TV കണ്ടാൽ അതങ്ങ് മറന്നോളും, മനസ്സിലായില്ലേ? അതങ്ങ് അപ്പോഴെ തീരും. ഇതിപ്പോൾ അതൊന്നും അല്ലല്ലോ ഞാൻ പറയണത്. ഞാൻ പറയണത് ദുനിയാവിൽ റാഹത്തോടെ ജീവിക്കണം, പൈസ വല്ലാണ്ട് മരുന്നിന് ചിലവാക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്ത് കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ താല്പര്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ആ നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഗുണമുണ്ടാവും. കാരണം വേറൊരു വിഷയം എന്ന് പറയുന്നത്, നാട്ടിൻ്റെയൊക്കെ ഒരവസ്ഥ, 4 പേര് ഹോസ്പിറ്റലിൽ പോയാൽ ഒരാൾ കടക്കാരനാവുന്നു എന്നതാണ്. നമ്മളിപ്പോൾ മുമ്പിലിരിക്കുന്ന 4 പേര്, ആ 4 പേരിൽ ഒരാളെങ്കിലും നിർബന്ധമായും ചികിത്സൻ്റെ പേരിൽ കടക്കാരനാകും. അപ്പോൾ 40 പേര് ചികിത്സിക്കുമ്പോഴേക്കും എത്ര ആൾ കടക്കാരനാകും? അപ്പോൾ അത്രയും ആനുപാതികമായി കടം വരുന്നതാണ് ചികിത്സ. അപ്പം അതുകൊണ്ട് തന്നെ രോഗമില്ലാത്ത ശരീരത്തോടെ നമുക്ക് ജീവിക്കണം. അസ്സിഹത്തു നിഅമത്തും മിനൽ ജന്ന, ആരോഗ്യം എന്നത് സ്വർഗീയമായ അനുഗ്രഹമാണെന്ന ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി. രോഗമില്ലാത്ത ശരീരം എന്നുള്ളത് സ്വർഗീയമായൊരു അനുഗ്രഹത്തെ ആസ്വദിക്കാൻ കഴിയലാണ്. അൽ ഹുമ്മാ മിൻ ഫൈഹി ജഹന്നം, രോഗമെന്നത് നരകീയമായൊരവസ്ഥയാണെന്ന് മുഹമ്മദ് റസൂൽ. അൽ ഹുമ്മ എന്നതിന് സാധാരണ അർത്ഥം വെക്കാറുള്ളത് പനി എന്നാണ്. സാധാരണ രോഗം ഹുമ്മ എന്ന് പറഞ്ഞാൽ പനി എന്നാണ് അർത്ഥം വെക്കാറുള്ളത്. അൽ ഹുമ്മ മിൻ ഫൈഹി ജഹന്നം, നരകീയമായ ചൂടാണ് രോഗം. അതിനെ നിങ്ങൾ തണുപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക വൈദ്യശാസ്ത്രം പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ ക്രമാതീതമായി ചൂട് വർദ്ധിക്കലാണ് രോഗം. തെർമൽ എനർജി, അതായത് ആവശ്യമില്ലാത്ത ഊർജം ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ അതൊരു ചൂടായി പരിണമിക്കും. ആ ചൂടാണ് രോഗം. ആ ചൂടിനെയാണ് അൽ ഹുമ്മ മിൻ ഫൈഹി ജഹന്നം, നരകീയമായ ചൂട്. അതുണ്ടാക്കലാണ് ശൈത്താൻ്റെ രോഗം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.
അപ്പോൾ നല്ല ഭക്ഷണത്തെ തിരഞ്ഞെടുത്ത് കഴിക്കുക. നിങ്ങൾക്കിവിടെ സാധിക്കും. ഗൾഫ് ജീവിതത്തിൽ ഭക്ഷണത്തിൽ ചിട്ട പാലിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മിക്ക ആളുകൾ സ്വന്തം പ്രിപ്പയർ ചെയ്യുന്നതാണ്, സ്വന്തം ഉണ്ടാക്കണമെന്ന്. ചില ആളുകൾക്ക് മെസ്സാണ്, അവിടെയും നല്ല ഭക്ഷണമൊക്കെ നമുക്ക് കണ്ടെത്താനൊക്കെ കഴിയും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഇലക്കറികൾ കൂടുതൽ കിട്ടുന്ന നാടാണ് ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ മെനു കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. നല്ല ഇഷ്ടമുള്ള ആളാണ് ഇലക്കറികളോട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇലക്കറി ഇവിടെ കിട്ടും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കക്കിരി വലിയ ഇഷ്ടമാണ്, അത് ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. ഈത്തപ്പഴം ഇഷ്ടമാണ്, അതും ഇവിടെ കിട്ടും. ഖലാസ് എന്ന് പറഞ്ഞിട്ട് ഈത്തപ്പഴം ഷുഗറിൻ്റെ ഔഷധമാണ്, അത് ഇവിടെ മാർക്കറ്റ് കിട്ടുമോ അറിയില്ല. ജിദ്ദയിൽ വലിയ ഈത്തപ്പഴത്തിൻ്റെ ഖലാസ് കിട്ടുന്നുണ്ടോ? അമൂല്യമായ ഔഷധമാണ്, അമൂല്യമായ. ഞാനത് അന്വേഷിച്ചപ്പോൾ മാർക്കറ്റിൽ വരില്ല എന്നാണ് കേട്ടത്. വരുന്നുണ്ടല്ലേ? മാഷാ അല്ലാഹ്. മബ്റൂം ഉണ്ടല്ലോ അല്ലേ, മബ്റൂം രക്തവർദ്ധനവിന് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഈത്തപ്പഴമാണ്, രക്തവർദ്ധനവ്. അലി റളിയല്ലാഹു തആല അൻഹു ദിവസം ഒരു അജുവയെങ്കിലും കഴിക്കണം. നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ കിട്ടും. ഇമാം അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഹൃദയത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഡെയിലി ഒരു അജുവയെങ്കിലും കഴിക്കട്ടെ എന്ന്. നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ചെയ്യും. നാട്ടിലൊരു ഒരു ശൈലിയുണ്ട്, ഗൾഫിൽ പോയി കുറേ കാലം നിന്ന് രോഗിയായിട്ടാണ് മൂപ്പർ തിരിച്ചു വരികയെന്ന്. അത് മാറ്റണം. നമ്മൾ ആരോഗ്യത്തോടെ തിരിച്ചു പോകണം. അള്ളാഹു തൗഫീഖ്. ഏത് സാഹചര്യത്തിലും ഏത് അറ്റ്മോസ്ഫിയറിലും ഏത് ക്ലൈമറ്റിലും ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന പാകത്തിലാണ് മനുഷ്യ ശരീരത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അത് സ്വർഗീയമായ നിഅമത്ത് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനം, ആ നിഅമത്ത് നിലനിൽക്കുന്നതിൽ പ്രധാനം ഭക്ഷണമാണ്. അപ്പോൾ തങ്ങൾ എനിക്കിപ്പോൾ ഒരു മെസ്സേജ് കാണിച്ചു, സമൂസ കഴിച്ചിട്ടല്ല തിബുനബിയുടെ പരിപാടി. സമൂസ നല്ല ഭക്ഷണമാണ്, കഴിക്കുന്ന ആൾ ശ്രദ്ധിച്ചാൽ. അങ്ങനെ ഒരു ധാരണ വേണ്ട. എണ്ണ കൊളസ്ട്രോളാന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ തങ്ങൾ എന്നോട് ചോദിച്ചു, അപ്പോൾ അതും കഴിച്ചിട്ട് എങ്ങനെ പരിപാടി? ഞാൻ പറഞ്ഞു, അതെന്താ പ്രശ്നം, നല്ല ഭക്ഷണമല്ലേ, ബിരിയാണി നല്ല ഭക്ഷണമല്ലേ, സലാത്തിനും പിന്നെ ദിക്കറിനൊക്കെ ബിരിയാണി തന്നെ കൊടുക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ബിരിയാണിയോളം നല്ല ഭക്ഷണം നിങ്ങൾ വേറെ പറഞ്ഞുതരും. ഡോക്ടർമാർ പൈസ ഉണ്ടാക്കാൻ പറയണല്ലേ, ഞാനും 12 കൊല്ലമായിട്ട് അതിനല്ലേ പരിപാടി. ഡോക്ടർമാർ ഇപ്പം പനി വന്നാൽ നല്ലോണം തിന്നുന്നല്ലേ ഇപ്പം പറയണത്. ഇപ്പോഴത്തെ ഡോക്ടർമാർ പനി വന്നാൽ നല്ലോണം തിന്നണമെന്നാണ് പറയുക. സത്യത്തിൽ പനി വന്നാൽ തിന്നാൻ പാടില്ലല്ലോ. രോഗികളെ നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കാൻ നിർബന്ധിക്കരുത് മുഹമ്മദ് റസൂൽ. നിങ്ങളിലെ രോഗികളെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിപ്പിക്കാനോ നിങ്ങൾ നിർബന്ധിക്കരുത്. അള്ളാഹു അവരെ ഭക്ഷിപ്പിക്കുന്നു, അള്ളാഹു അവരെ വെള്ളം കുടിപ്പിക്കുന്നു. ഡോക്ടർമാർ ഇപ്പം എന്താ പറയണത്? നല്ലോണം തിന്നോളി, ഓൻ്റെ ഗുളിക ചിലവായിട്ടും എനിക്ക് കാരണം അടിക്കണം. ഇത് വ്യാപകമാണ്. ഡോക്ടർമാരുടെ കഥ പറയാണ്ടിരിക്കണം നല്ലത്. മനസ്സിലായില്ലേ? സമൂഹത്തെ ഇത്രമേൽ രോഗികളാക്കിയത് അവരാണ്. നല്ല ഡോക്ടർമാരുണ്ട്, മനുഷ്യസ്നേഹികളായ, മനുഷ്യപ്പറ്റുള്ള, അങ്ങേറ്റത്തെ സേവന മനസ്കതയുള്ള, വിശാല ഹൃദയമുള്ള നല്ല നല്ല ഡോക്ടേഴ്സുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്, ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ കൂടുതലും ആളുകളിൽ ബിസിനസ്, അതിപ്പോൾ എല്ലാ രംഗത്തുണ്ട്. അതിലിപ്പോൾ ഡോക്ടർമാരെ മാത്രമൊന്നും വേണ്ട, എല്ലാ രംഗത്തുണ്ട് കച്ചവടക്കാണ്. പള്ളി എടുത്തിട്ട് കച്ചവടം, മക്കാമുണ്ടാക്കി കച്ചവടം ഉണ്ടാക്കണമാണ്. പിന്നെ അല്ല ഇപ്പോൾ ഡോക്ടർമാരെ പറയുന്നത്. അപ്പോട്ടെ, അപ്പോൾ ഏതായാലും പിന്നെ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ ഡോക്ടർമാരെയല്ലല്ലോ ഫോളോ ചെയ്യേണ്ടത്, മുഹമ്മദ് റസൂൽ. നമ്മൾ സത്യത്തിൽ നമുക്കൊക്കെയും നിറം കെട്ടുപോയതും മുഖം കെട്ടുപോയതും പ്രതാപം നഷ്ടപ്പെട്ടു പോയതും ഇസ്സത്തില്ലാണ്ട് ആയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ധമായി ഫോളോ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ധമായി അനുകരിക്കണം. അതിൽ ചോദ്യങ്ങളില്ല, അതിൽ ചോദ്യങ്ങളേ ഇല്ല. അന്ധമായി അനുകരിക്കണം. അങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്ക് വരണം. അപ്പോഴേ ഇസ്സത്ത് ഉണ്ടാവൂ, പ്രതാപം ഉണ്ടാവുള്ളൂ. ഖുർആൻ മാത്രമാണ് വഴികാട്ടി എന്നിടത്തേക്ക് നമ്മൾ എത്തണം. ഖുർആനും കൂടെ സയൻസ് എന്ന് പറഞ്ഞാൽ തീർന്നു. ഖുർആൻ മാത്രമാണ് എന്നിടത്തേക്കുള്ള മെൻറ്റാലിറ്റി വളരണം. ഖുർആൻ മാത്രമാണ് ശരി, ഖുർആൻ മാത്രമാണ് സത്യം, ഖുർആനെ മാത്രമേ ഫോളോ ചെയ്യും, ബാക്കിയൊക്കെയും പഴച്ചതാണെന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ വരണം. അതിന് നമുക്ക് പറ്റണില്ല. നമ്മൾ പേതിപ്പുറം അപ്പുറമാണ്. രാജ്യത്ത് സെക്യുലറിസം ഉണ്ടായിക്കോട്ടെ, നാട്ടിക ബി മൂസ മുസ്ലിം റഹൂം അള്ളാഹു ഖബർ വിശാലമായി കൊടുക്കട്ടെ. ഞാൻ സെക്യുലർ അല്ല എന്ന് പറയാൻ പറ്റുന്ന ബോധം നമുക്ക് വേണം. ഞാൻ സെക്യുലർ അല്ല, ഞാൻ മതേതരനല്ല, ഞാൻ മതവിശ്വാസിയാണ്. പക്ഷെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ഞാൻ അംഗീകരിക്കാം, അത് രാജ്യത്തിൻ്റെ പാരമ്പര്യം. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ വല്ലാണ്ട് എന്താ പറയൽ സെക്യുലറിസ്റ്റായി മാറുന്നു നമ്മൾ. അവിടെയാണ് പിഴ പറ്റിയത്. ഞാൻ മനസ്സിലാക്കിയെടുത്തത്, ഞാൻ ഇസ്ലാമിക സമൂഹത്തിൽ കാണുന്ന പരാജയത്തിൻ്റെ കാര്യമായി എനിക്ക് തോന്നിയത്, എൻ്റെ കണ്ടെത്തൽ പിന്നെ തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായം 100% ശരിയാണെന്ന് തന്നെ അഭിപ്രായത്തോടെ ഞാൻ പറയട്ടെ, നമുക്ക് മതത്തോട് താല്പര്യം കുറവാണ്, ദീനിനോട് താല്പര്യം കുറവാണ്, ഖുർആനിക ദർശനങ്ങളോട് താല്പര്യം കുറവാണ്, ഹദീസിനോട് താല്പര്യം കുറവാണ്, സുന്നത്തുകളോട് താല്പര്യം കുറവാണ്. നമ്മൾ അതിലേക്ക് വരുന്നില്ല, പോട്ടെ. ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാഴ്ചപ്പാട്, അസ്ഹത്തു നിഅമത്തും മിനൽ ജന്ന, ആരോഗ്യമുള്ള ശരീരം എന്നത് സ്വർഗീയമായ
അനുഗ്രഹത്തെ ആസ്വദിക്കുന്നവനാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് തരട്ടെ. രോഗമെന്ന് പറയുന്നത് അൽഹുമ്മ മിൻ ഫൈഹി ജഹന്നം, നരകീയമായ അവസ്ഥ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത എനർജി ശരീരത്തിൽ ഉണ്ടാവലാണ് രോഗം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവശ്യമില്ലാത്ത എനർജി, അതായത് ഇപ്പോൾ പാറ വെട്ടണ ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ട എനർജി ചുമ്മാ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ടല്ലോ, വേണ്ട. ഏറ്റവും കൂടുതൽ ഒരാൾക്ക് എനർജി ലോസ് ആവുന്നത് എങ്ങനെയാണ്? സംസാരത്തിലാണ്. ഒരാൾ ഏറ്റവും കൂടുതൽ രോഗിയാവുന്നത് ശരീരം തളരുന്ന 6 കാര്യങ്ങൾ ലോകപ്രശസ്ത പണ്ഡിതൻ, ഹദീസ് പണ്ഡിതനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അത്തിബുൻ നബവി എന്ന കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം പറഞ്ഞത് സംസാരമാണ് ഒരാളെ കൂടുതൽ രോഗിയാക്കുന്നത്. സംസാരം. നിങ്ങളൊക്കെ നാട്ടിൽ ഫോൺ വിളിച്ച് എപ്പോഴാ വെക്കുക? എന്തപ്പോൾ പറയാനുള്ള? എന്തൊക്കെയുണ്ട് അവിടെ, എന്തൊക്കെയുണ്ട് ഇവിടെ, ഇതന്നെ കൂടുതലും. പിന്നെന്തൊക്കെയാണ് എന്തോ ആയിക്കോട്ടെ, അതെങ്കിലും ഉണ്ടല്ലോ. നിങ്ങൾ സന്തോഷം കിട്ടുന്ന പരിപാടിയൊന്നും ഒഴിവാക്കണ്ട. കുറച്ച് ദൂരെ വെച്ചാൽ മതി ഫോണ്, അല്ലേ? കുറച്ച് ദൂരെ വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഇതും കൂടി ഒഴിവാക്കി നമ്മളെ അവസ്ഥ എന്താണല്ലേ? ഈ ഒരു കണക്ഷൻ കൂടി ഇല്ലെങ്കിൽ ഓക്കെ. സംസാരം ഒരു 2 മണിക്കൂർ സംസാരിക്കുന്ന ഊർജം കൊണ്ട് 30 ദിവസം പാറ വെട്ടണ ജോലി ചെയ്യാമെന്ന അത്രയും ഊർജം ശാരീരികമായി നമുക്കില്ലാണ്ടാവും. മനസ്സിലായില്ലേ? പക്ഷെ ഊർജത്തെ നിലനിർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയമില്ല. ശരീരത്തിൻ്റെ സ്വാഭാവിക ശക്തിയെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, സ്വാഭാവികമായ എനർജിയെ നിലനിർത്താൻ ആവശ്യമായ അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗം പ്രസംഗം നിർത്താണ്. നമ്മളിപ്പോൾ നീണ്ട പഠനത്തിനൊന്നും ഇരുന്നതല്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു. അതിൽ പ്രധാനമാണ് നിങ്ങൾക്ക് നന്നായി കിട്ടുന്ന പഴങ്ങൾ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഡെയിലി ഒരു അജുവയെങ്കിലും നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായ പ്രശ്നം നിങ്ങൾ ഒരിക്കലും അലട്ടൂല. സമൂസൻ്റെ വിഷയം പറഞ്ഞു. സമൂസ നിങ്ങൾ ദിവസം ഓരോന്ന് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും കൊളസ്ട്രോൾ കൂടും. അതിൽ ഉള്ളിയാണുള്ളത്. പിന്നെ പ്രശ്നം മൈദ മാത്രമാണ്, ഇല്ലേ? പിന്നെ എന്തായാലും പ്രശ്നമുള്ളത് എണ്ണ വിഷയം. ആരാ പറഞ്ഞേ? നിങ്ങൾ എണ്ണ ചൂടായ പ്രശ്നം എന്നൊക്കെ ചുമ്മാ പറയണതാണ്. അതൊന്നും ശാസ്ത്രീയമായി ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അൺസയൻറ്റിഫിക് എവിഡൻസ്, അൺസയൻറ്റിഫിക് ടേംസ് ആണ് അതൊക്കെ. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാലങ്ങളോളം ഡയബറ്റോളജിസ്റ്റായ പ്രൊഫസർ MVI മമ്മി സാർ, ഇന്ന് കേരളത്തിൽ അയാളെ പോലെയൊന്നും മെഡിക്കൽ സയൻസ് പറയാൻ പറ്റുന്ന, പ്രമേഹ രോഗത്തിനൊന്നും പറയാൻ പറ്റുന്ന ഒരു പ്രഗത്ഭനില്ല. MVI മമ്മി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞല്ലോ എണ്ണയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ എങ്ങനെയാണ് സമൂഹത്തിലുണ്ടായത്. ആഴ്ചയിൽ 2 ദിവസം വിത്തൗട്ട് ഓയിൽ ഫുഡ് കഴിച്ചാൽ മതി. ആഴ്ചയിൽ 2 ദിവസം ശരീരത്തിൽ എണ്ണ ഉള്ളിൽ കടക്കാതിരുന്നാൽ മതി. ആഴ്ചയിൽ 5 ദിവസം എണ്ണയുള്ള ഫുഡ് കഴിക്കാം. ആഴ്ചയിൽ 2 ദിവസം എണ്ണയില്ലാത്ത ഭക്ഷണം ഉള്ളിലേക്ക് കയറാതിരിക്കുന്നതിന് പകരം 2 ദിവസം ശരീരമാസകലം എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി. ഇതിനപ്പുറം വേറെ ആരാ സംസാരിക്കാനുള്ളത്? പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനപ്പുറം പറഞ്ഞു ഒരാളെ പേര് പറയുങ്ങൾ ആവർത്തിച്ച് ചൂടാക്കരുതെന്നേ ഉള്ളൂ. ഒരിക്കൽ ചൂടായി പിന്നെ തണിഞ്ഞു പിന്നെയും ചൂടാക്കരുത്. അതിപ്പം നിങ്ങൾ തല്ലാതിൽ വെച്ച് പിന്നെയും ചൂടാക്കുന്ന ഫുഡിൻ്റെ അവസ്ഥ എന്താണ്? മൈക്രോ ഓവനിൽ വെക്കുന്ന ഫുഡിൻ്റെ അവസ്ഥ എന്താണ്? ഞാനിപ്പോൾ ദുബായിൽ ഒരു ആവശ്യത്തിന് പോയി. എൻ്റെ സുഹൃത്തിൻ്റെ റൂമിലെത്തി. അദ്ദേഹം രാത്രി വന്നു, ഞാൻ റൂമിലുണ്ട്. ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് കുബൂസ് എടുത്തു, പിന്നെ തല്ലാജിൽ നിന്ന് കറി എടുത്ത് ഇതിലൊഴിച്ചു, ഓവനിൽ വെച്ചു. അദ്ദേഹം കുളിക്കാൻ പോയി. വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ചൂടുള്ള ഫുഡുണ്ടായി. എന്താ സംഭവിച്ചത്? ഇത് സ്ഥിരം രീതിയാണെങ്കിൽ അയാൾക്ക് വയറിന് ക്യാൻസർ വന്നില്ലെങ്കിൽ അയാൾ കറാമത്തുള്ള മനുഷ്യനല്ലേ? പറഞ്ഞ മനസ്സിലായിട്ടില്ല. ഇത് സ്ഥിരം പരിപാടിയാണെങ്കിൽ അയാൾക്ക് ഉദരത്തിൽ ക്യാൻസർ വന്നിട്ടില്ലെങ്കിൽ മഹാത്ഭുതമല്ലേ? ഭക്ഷണമല്ല രോഗമുണ്ടാക്കുന്നത്, കഴിക്കുന്ന ശൈലിയാണ് രോഗമുണ്ടാക്കുന്നത്. അതാണ് തിബ്ബുൻ നബിയുടെ അധ്യാപനം. ഭക്ഷണമല്ല രോഗം, കഴിക്കുന്ന ശൈലി. ഞാൻ എണ്ണ കഴിക്കുന്ന ആളാണ്. എനിക്ക് 40 വയസ്സിനടുത്തായി, 38 വയസ്സായി. കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വന്നിട്ടില്ല, ഷുഗർ പ്രശ്നമില്ല, യൂറിക് ആസിഡിൻ്റെ പ്രശ്നമില്ല, ഒന്നും വരാറില്ല. ഇറച്ചി കഴിക്കും, പൊരിച്ചത് കഴിക്കും, മീൻ കഴിക്കും, എല്ലാ സമയം. ഇപ്പോൾ പൊരിച്ചത് രാത്രി കഴിക്കുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ. പൊരിച്ച കഴിച്ചാൽ എന്താ പ്രശ്നം? 3 മണിക്ക് ശേഷം പൊരിച്ച ഭക്ഷണത്തിന് നമ്മുടെ ശരീരം പാകമല്ല. പകലിൻ്റെ 3 മണിക്ക് ശേഷം നമ്മുടെ ശരീരത്തിന് പൊരിച്ച ഭക്ഷണം പാകൽ. ഇന്നിപ്പോൾ ഞാൻ നമ്മളെ ഉമറിപ്പാൻ പറഞ്ഞത് പോയി നല്ല പൊരിച്ച കോഴി. ഞാൻ പറഞ്ഞാൽ നല്ല തന്നെ റാഹത്തായി, ശബ്ദം നല്ലോണം കിട്ടും കോഴിയിറച്ചി. പക്ഷേ ബ്രോയിലർ പ്രശ്നമാണ്, അതിൽ സ്റ്റിറോയിഡ് കുത്തിവെച്ച കോഴിയൊക്കെയാണ് പ്രശ്നമാണ്. കഴിക്കുന്ന ശൈലി. പക്ഷെ ആ ഒരു പ്രശ്നത്തെയും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മെത്തഡ്സ് ഉണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത്. നമ്മുടെ വായക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീരിൻ്റെ ഗുണത്തെ നമ്മൾ പഠിക്കണം. അറിയാതെ കടന്നു ചെല്ലുന്ന വിഷങ്ങളെ വായക്കകത്ത് വെച്ച് ഇല്ലായ്മ ചെയ്യാൻ മാത്രം കഴിവ് അല്ലാഹു ഉമിനീരിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കുന്ന പോലെ നന്നായി ചവച്ചരച്ച് ജ്യൂസ് പോലെ ആക്കണം. ഫോൺ പറയുന്നതിനിടയിൽ തിന്നാക്കി ഇതെങ്ങനെ ജ്യൂസാക്കാൻ കഴിയുക? ബുദ്ധിമുട്ട് അടുത്ത മറുപടി പറയാനല്ലേ?
ഈ ചോദ്യം വലിയ കടുപ്പുള്ളതാണെങ്കിൽ വേഗം പുതുങ്ങിയിട്ട് നമ്മൾ സലാം പറയണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഭക്ഷണം കഴിക്കുന്നവനോട് സലാം പറയാൻ പാടില്ല. ഇയാളെന്താ ആ സമയത്ത് ഇസ്ലാം അല്ലാണ്ടാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഓനക്ക് ആ സമയത്ത് വായ തുറക്കാൻ പാടില്ല? വായ തുറന്നാൽ ഗ്യാസ്ട്രിക് ദഹന സംബന്ധമായ തകരാറ് വരും. വായ പൂട്ടി വെച്ച് ചവക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം പഠിച്ചാൽ മതി ആരോഗ്യമുള്ള മനുഷ്യനാവാൻ. അത്ഭുതപ്പെട്ടുമല്ലോ ഉളു എടുത്ത് ഭക്ഷണം കഴിക്കുക. നമുക്ക് അൽഹംദുലില്ലാഹ് പലരും ഇശാ കഴിഞ്ഞ് ഉളു എടുത്തിട്ട് ഉണ്ടാവുക. അതിൻ്റെ ഗുണം വലിയ ഗുണമാണ്. ഇരുന്ന് ഭക്ഷണം കഴിക്കുക. പലഹാരമാണെങ്കിൽ 3 വിരൽ കൊണ്ടും ഇല്ലെങ്കിൽ 5 വിരൽ കൊണ്ടും മാത്രം ഭക്ഷണം കഴിക്കുക. ചില ആൾക്ക് ഇങ്ങനെ കുഴച്ചിട്ട് ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചാൽ മതി. എത്തപ്പോൾ കാട്ടണം ഇയാൾ മനുഷ്യൻ. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആർത്തിയുടെയും ശൈത്താന്യത്തിൻ്റെയും ലക്ഷണം. ഇവിടെ അന്നാക്കൽ സൂക്ഷിക്കണം. ഇവിടെ പറ്റുന്നത് ഇങ്ങനെ ചെയ്യൽ. ഏറ്റവും നല്ലത് എല്ലാ ഭക്ഷണം ഇങ്ങനെ ഈ 3 ഫിംഗർ കൊണ്ട് എടുക്കലാണ്. ഇതുകൊണ്ട് മാത്രം എന്ത് നല്ല ശൈലിയാ. ഈ അവസാനം ഭക്ഷണം കഴിച്ച് വിരൽത്തുമ്പിൽ ഊറി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻസൈമുണ്ട്. ഇതിനെ നബിസ്വലാസ്വമാതകൾ ഭക്ഷണം കഴിച്ച വിരൽ ഊമ്പടെന്ന് പറഞ്ഞു. നമ്മൾ ഈ സുന്നത്തിനെ ഇല്ലാണ്ടായി. നമ്മൾ എത്ര അന്നമായിട്ടാണ് പൈപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നത്. എത്ര അന്നം ഉണ്ടാവും ഇവിടെയൊക്കെ, എത്ര അന്നം ഉണ്ടാവും. എന്നിട്ട് അവസാനം പിന്നെ ബർക്കത്തില്ല, കച്ചവടം പൊട്ടി. ഈ അന്നം കളയുന്നവർക്ക് കച്ചവടം പൊട്ടും. സുപ്രയിൽ അന്നം വേസ്റ്റ് ആക്കുന്നവർക്ക് കച്ചവടം പൊട്ടും. പിന്നെ കച്ചവടത്തിൽ ബർക്കത്തില്ല എന്നിട്ട് കാര്യമില്ല, കടം വീടൂല്ല. ഗൾഫിൽ ഞാൻ കണ്ട ചില പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അന്നം വേസ്റ്റാക്കുന്നവർക്ക് ബുദ്ധിശക്തി കുറയും, ഹൃദയശക്തി കുറയും. ബുദ്ധിശക്തി എന്തായാലും കുറയും. വീണ ഭക്ഷണം എടുത്ത് കഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം നമ്മളിങ്ങനെ ഫോളോ ചെയ്താൽ തന്നെ നല്ല ഹെൽത്തി ആയി ജീവിക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരു ഇറച്ചി കഴിക്കുക, അത് വെള്ളിയാഴ്ച ആയാൽ നന്നായി. നമ്മുടെ നാട്ടിൽ തമാശ പറയും വെള്ളിയാഴ്ച ഇറച്ചിയിൽ ദീൽ ഇസ്ലാം എന്ന് പുറത്താണ്. ഇടയിലൊരു വമ്പം പറഞ്ഞു ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്താവൂലേന്ന്. സാരമില്ല വിഷയം. പക്ഷേ വെള്ളിയാഴ്ച ഇറച്ചി കഴിച്ചാൽ ദീൽ ഇസ്ലാം എന്ന് പുറത്ത് തന്നെയാണ്. മെല്ലെ മെല്ലെ അവൻ്റെ ഇസ്ലാമിയത്ത് പോകും. കാരണം എന്താ, ആരോഗ്യം കുറയുന്നതിനനുസരിച്ച് ഇസ്ലാമിയത്ത് പോകും. ചില ആൾ രോഗം മാറാൻ കുഫറും ഷിർക്കും പൂജയും അമ്പലത്തിൽ കുട പിടിക്കൽ എന്തൊക്കെ കാട്ടണ്. കൊയിലാണ്ടി അമ്പലത്തിലെ ഉത്സവത്തിന് മുത്തുക്കുട പിടിച്ചാൽ കുഞ്ഞുണ്ടാവുന്ന ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞു. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. കോട്ടത്തിൽ കൊണ്ടുപോയി വെളിച്ചെണ്ണ ഒഴിച്ചാൽ വയറ്റിൻ്റെ സൂക്കേട് മാറുന്നിട്ട് അങ്ങനെ എണ്ണ ഒഴിക്കുന്നവരുണ്ട്. നാദാപുരം ഭാഗത്തേക്ക് പിന്നെ വടകരയിൽ നിന്ന് ഉള്ളോട്ട് പോകുന്നൊരു കുട്ടിച്ചാത്തൻ സേവാ കേന്ദ്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നവരിൽ കൂടുതലും പർദ്ദയിട്ട പെണ്ണുങ്ങളാണ്. നമുക്ക് വിഷയമല്ല. സാധാരണ രീതിയിൽ സൂക്കേട് മാറണില്ല. അപ്പം പിന്നെ ചാത്തനം കൊണ്ടുപോയി ഒഴിക്കുക തന്നെ വെളിച്ചെണ്ണ. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നവരുണ്ട്. ഞാനധികം വയലിന് പോകുന്ന ഭാഗമാണ് ആ ഭാഗം.